തെനാലി രാമൻ കഥകൾ തുടരുന്നു. രത്നചന്ദ്രൻ എന്നൊരു പണവ്യാപാരി വിജയനഗരത്തിലുണ്ടായിരുന്നു. പണം കടം കൊടുത്ത് അമിത പലിശ വാങ്ങുന്നതിൽ അതീവ സമർത്ഥനായിരുന്നു അയാൾ. രത്നചന്ദ്രന്റെ സുഹൃത്തിനെ കൊണ്ട് അയാളുടെ 5 പാത്രങ്ങൾ രാമൻ വായ്പയായി വാങ്ങിപ്പിച്ചു. പിറ്റേന്ന് പാത്രം മടക്കി കൊടുത്തു. വലിയ പാത്രത്തിൻ്റെ കൂടെ 5 ചെറിയ പാത്രങ്ങൾ കൂടി രാമൻ സുഹൃത്തിനെ കൊണ്ട് കൊടുപ്പിച്ചു. ഇതെന്താ ഈ കുട്ടിപ്പാത്രങ്ങൾ? രത്നചന്ദ്രൻ ആശ്ചര്യപ്പെട്ടു. ആ വലിയ പാത്രങ്ങൾ പ്രസവിച്ചതാണ് ഈ കുട്ടിപ്പാത്രങ്ങൾ, സുഹൃത്ത് മറുപടി പറഞ്ഞു. ഓ, അത് ശരി, ഞാനത് മറന്നുപോയി. നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഈ പാത്രത്തിന് ഗർഭമുണ്ടായിരുന്നു. രത്നചന്ദ്രൻ കുട്ടിപ്പാത്രങ്ങൾ എടുത്തു കൊണ്ടുപോയി. ഒരാഴ്ച കഴിഞ്ഞു. പഴയ സുഹൃത്തിനെ രാമൻ വിളിപ്പിച്ചു. രത്നചന്ദ്രനിൽ നിന്നും 2 സ്വർണ്ണപാത്രങ്ങൾ വായ്പയായി വാങ്ങാൻ രാമൻ സുഹൃത്തിനോട് പറഞ്ഞു. രത്നചന്ദ്രൻ 2 വലിയ സ്വർണ്ണപാത്രങ്ങൾ വായ്പയായി കൊടുത്തു. എന്നിട്ട് അയാൾ സുഹൃത്തിനോട് സൂചിപ്പിച്ചു, സ്വർണ്ണപാത്രങ്ങൾക്ക് ഗർഭമുണ്ട്, ശ്രദ്ധിക്കണം. വരുമ്പോൾ കുട്ടിപ്പാത്രം കൊണ്ടുവരണം. സുഹൃത്ത് പാത്രങ്ങളുമായി രാമൻ്റെ അടുത്തെത്തി. രാമൻ പാത്രങ്ങൾ വാങ്ങി അത് ഉരുക്കി തുണ്ടുകളാക്കി. രത്നചന്ദ്രന്റെ അക്രമങ്ങൾക്കിരയായ പാവപ്പെട്ടവരെ രാമൻ വിളിപ്പിച്ചു. അവർക്കെല്ലാം സ്വർണ്ണപാത്രങ്ങളുടെ തുണ്ടുകൾ നൽകി. 2 ദിവസം കഴിഞ്ഞിട്ടും രത്നചന്ദ്രന് പാത്രം കിട്ടിയില്ല. അത്യാഗ്രഹിയായ അയാൾ താൻ കൊടുത്ത സ്വർണ്ണപാത്രങ്ങൾ മാത്രമല്ല, അവയുടെ കുട്ടിപ്പാത്രങ്ങളും കൂടെ കിട്ടണമെന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു. രത്നചന്ദ്രൻ വാങ്ങിയ ആളെ കണ്ട് പാത്രം ആവശ്യപ്പെട്ടു. അയാൾ രത്നചന്ദ്രനോട് പറഞ്ഞു, ആ പാത്രങ്ങൾ 2ഉം പ്രസവത്തിൽ മരിച്ചുപോയല്ലോ. സുഹൃത്തിനെ പറഞ്ഞ് രാമൻ നേരത്തെ പഠിപ്പിച്ചിരുന്നു. രത്നചന്ദ്രന് അങ്കലാപ്പായി. അയാൾ ചക്രവർത്തിയുടെ പക്കൽ പരാതിയുമായി എത്തി. ചക്രവർത്തി 2 പേരുടെയും പരാതി കേട്ടു. രാമൻ ഉണ്ടായ സംഭവമെല്ലാം ബോധിപ്പിച്ചു. കൊള്ളപ്പലിശയെപ്പറ്റി കേട്ടപ്പോൾ ചക്രവർത്തിക്ക് ദേഷ്യമാളിക്കത്തി. രത്നചന്ദ്രനെ കാരാഗൃഹത്തിൽ അടയ്ക്കാൻ ചക്രവർത്തി ഉത്തരവിട്ടു. കൃഷ്ണദേവരായർ വലിയ ഈശ്വരഭക്തനായിരുന്നു. അതുകൊണ്ടുതന്നെ ചക്രവർത്തിക്ക് ഒരു കാര്യത്തിൽ വളരെ നിർബന്ധമുണ്ടായിരുന്നു. തൻ്റെ കൊട്ടാരവാസികളെല്ലാം ഭക്തന്മാരായിരിക്കണം. ഇത് മനസ്സിലാക്കിയ സേവകന്മാർ പുറമെ ഈശ്വരഭക്തി നടിച്ചു. രാജാവിൻ്റെ സംപ്രീതി നേടുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. കൃഷ്ണ, രാമ, ഗോവിന്ദ എന്നൊക്കെ ചക്രവർത്തി കേൾക്കെ അവർ സദാസമയവും ഉച്ചരിച്ചിരുന്നു. പക്ഷേ ഒരാൾ മാത്രം ഈ പ്രകടനമൊന്നും കാണിച്ചില്ല. അത് രാമനായിരുന്നു. രാമന് ഈശ്വരഭക്തി കുറവാണെന്ന് ചക്രവർത്തി കണ്ടുപിടിച്ചു. ഈശ്വരഭക്തിയാണ് തൻ്റെ ഐശ്വര്യത്തിൻ്റെ ഉറവിടം എന്ന് ചക്രവർത്തി അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. ഈശ്വരഭക്തിയില്ലാതെ ഒരാൾ രാജസദസ്സിലുണ്ടാകുക എന്നത് ചക്രവർത്തിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു. എന്നാൽ ചക്രവർത്തിയുടെ ധാരണ തികച്ചും തെറ്റാണെന്ന് രാമനും അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. പലരുടെയും ഭക്തിപ്രകടനം കാപട്യം നിറഞ്ഞതും ഉദരപൂരണത്തിനുള്ളതും മാത്രമാണെന്ന് രാമനറിയാമായിരുന്നു. ചക്രവർത്തി കൊട്ടാരത്തിൽ ഒരു തത്തയെ വളർത്തിയിരുന്നു. തനി സ്വർണം കൊണ്ടുണ്ടാക്കിയ കൂട്ടിലാണ് തത്തയെ വളർത്തിയിരുന്നത്. തത്തയെയും ഈശ്വരനാമം ഉച്ചരിപ്പിക്കാൻ ചക്രവർത്തി പഠിപ്പിച്ചിരുന്നു. തത്ത രാമ, കൃഷ്ണ, ഗോവിന്ദ എന്നൊക്കെ ഉറക്കെ ഉച്ചരിക്കും. എന്നാൽ രാമൻ്റെ കാര്യത്തിൽ രാജാവിന് വല്ലാതെ ദുഃഖം തോന്നി. കൊട്ടാരത്തിലെ പണ്ഡിതർക്ക് പോലും ഈശ്വരഭക്തിയുണ്ട്, രാമൻ അതില്ല. ഒരു ദിവസം ചക്രവർത്തി രാമനെ വിളിപ്പിച്ചു. രാമ, നിങ്ങൾ ഈ തത്തയെ നോക്കൂ. ഒരു ദിവസം അനേകം തവണ ഇത് ഈശ്വരനാമം ഉച്ചരിക്കും. ഈ തത്തയ്ക്കുള്ള ഭക്തി പോലും നിങ്ങൾക്കില്ലാത്തത് എത്രയോ ലജ്ജാകരമാണ്, ചക്രവർത്തി പറഞ്ഞു. തിരുമേനി, അടിയൻ ഒരു സത്യം പറയുന്നതിൽ അങ്ങ് പരിഭവിക്കരുത്. ഭക്ഷണത്തിനു വേണ്ടി മാത്രമാണ് തത്ത രാമനെയും കൃഷ്ണനെയും വിളിക്കുന്നത്, അല്ലാതെ ഭക്തി കൊണ്ടല്ല. രാമൻ്റെ അഭിപ്രായം ചക്രവർത്തിക്ക് സ്വീകാര്യമായി തോന്നിയില്ല.
എൻ്റെ തത്ത അത്തരത്തിലുള്ളതല്ല, ചക്രവർത്തി സൂചിപ്പിച്ചു. രാമൻ പിന്നീടൊന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം 2 അറകളുള്ള ഒരു കൂടുമായി രാമൻ കൊട്ടാരത്തിലെത്തി. ആ കൂടിൻ്റെ ഒരറയിൽ ഒരു പൂച്ചയെ അടച്ചിരുന്നു. തികഞ്ഞ ഗൗരവത്തിലായിരുന്നു രാമൻ. അയാൾ സ്വർണ്ണക്കൂട്ടിൽ നിന്നും തത്തയെ പുറത്തെടുത്ത് താൻ കൊണ്ടുവന്ന കൂട്ടിലെ ഒഴിഞ്ഞ അറയിലിട്ടു. തത്ത ആകെ ഭയന്നു. അത് കൂട്ടിൽ കിടന്ന് ചിറകിട്ടടിക്കാൻ തുടങ്ങി. ചക്രവർത്തി കൂടിനടുത്തെത്തി. ഈശ്വരനാമം ഉച്ചരിക്കാൻ തത്തയോട് ആവശ്യപ്പെട്ടു. തത്ത ചക്രവർത്തിയുടെ വാക്കുകൾ കേട്ടതായി പോലും ഭാവിച്ചില്ല. തത്ത വിറളി പിടിച്ച് കൂടിനകത്ത് ഓടി നടക്കുകയായിരുന്നു. ഈശ്വരനാമം ഉച്ചരിക്കാൻ ചക്രവർത്തി വീണ്ടും വീണ്ടും തത്തയോട് ആവശ്യപ്പെട്ടു. പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല. ചക്രവർത്തി തൻ്റെ പരാജയം സമ്മതിച്ചു. രാമ, നിങ്ങൾ പറഞ്ഞതാണ് ശരി. തത്ത ഭക്ഷണത്തിന് വേണ്ടി മാത്രമാണ് ഭക്തി കാണിക്കുന്നത്. സത്യത്തിൽ അതിന് ഭക്തിയില്ല. പല മനുഷ്യരും ഈശ്വരനാമം ഉച്ചരിക്കുന്നതും ഉദരപൂരണത്തിനു വേണ്ടിയാണെന്ന് നാം മനസ്സിലാക്കുന്നു, ചക്രവർത്തി പറഞ്ഞു. രാമൻ വിജയഭാവത്തിൽ തലകുലുക്കി. കൃഷ്ണദേവരായർക്ക് പർവ്വത പ്രദേശങ്ങളിൽ ഒരു താവളമുണ്ടായിരുന്നു. വളരെ മനോഹരമായ സ്ഥലം. അത് ഒരു സുഖവാസ കേന്ദ്രം തന്നെയായിരുന്നു. പ്രകൃതി രമണീയമായ സ്ഥലം. അവിടെ നല്ല തണുപ്പാണ്. മഴ പെയ്താൽ തണുപ്പ് ഇരട്ടിയാകും. ഇടയ്ക്കൊക്കെ ചക്രവർത്തി അവിടെ താമസിക്കാൻ പോകാറുണ്ട്. ചക്രവർത്തിയുടെ കൂടെ സേവകരും ഉണ്ടാകും. ഒരിക്കൽ ചക്രവർത്തിയും സേവകരും അവിടെ താമസത്തിന് പോയി. തനിക്കും ഒന്നവിടം വരെ പോകണമെന്ന് രാമന് ആഗ്രഹമായി. പിന്നെ താമസിച്ചില്ല. കുതിരപ്പുറത്തു കയറി യാത്രയായി. വളരെ ദൂരം സഞ്ചരിച്ചാലേ അവിടെ എത്തൂ. താവളത്തിനടുത്തെത്താറായപ്പോൾ നല്ല തണുപ്പ് തുടങ്ങി. വഴിക്ക് മഴയും പെയ്തു. തണുപ്പ് ഇരട്ടിയായി. മഴയിൽ രാമൻ്റെ വസ്ത്രങ്ങളെല്ലാം നനഞ്ഞു കുതിർന്നു. രാമൻ തണുത്തു വിറയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുവിധം താവളത്തിലെത്തി. നടുക്ക് തീ കൂട്ടി അതിന് ചുറ്റുമിരുന്ന് വെടി പറഞ്ഞ് രസിക്കുന്ന സേവകന്മാരെയാണ് രാമൻ അവിടെ കണ്ടത്. എന്തു സുഖമാണ് ഈ അവസരത്തിൽ തീകായൽ! 1-ാം തരം മാംസാഹാരം അവർ തയ്യാറാക്കിയിട്ടുണ്ട്. വെടി പറയുന്നതിനിടയിൽ അവർ അതും തിന്നുന്നുണ്ട്. ആകെ കോലാഹലം തന്നെ. രാമനാണെങ്കിൽ തീ കായണമെന്നും ആഹാരം കഴിക്കണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷേ സേവകർ രാമനെ കണ്ടതായി ഭാവിച്ചില്ല. തനിക്കവിടെ ഇരിക്കാൻ ഇടമുണ്ടോ എന്ന് രാമൻ പരിശോധിച്ചു നോക്കി. അല്പം പോലും ഇടമില്ല. തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് സേവകന്മാർ. എന്നാലിനി തനിക്കിരിക്കാൻ ഇടം തേടേണ്ടിയിരിക്കുന്നു. രാമൻ ഒരു ബുദ്ധി പ്രയോഗിച്ചു. കൂട്ടുകാരെ, എൻ്റെ കുതിര ദീർഘയാത്ര കഴിഞ്ഞു വരികയാണ്. അത് ആഹാരം കഴിച്ചിട്ട് കുറേ നേരമായി. അതിന് കൊടുക്കാൻ കുറച്ച് മാംസാഹാരം തരിൻ. സേവകന്മാർ രാമൻ്റെ അഭ്യർത്ഥന കേട്ടു. അവർക്ക് അത്ഭുതമായി. രാമ, നിങ്ങൾ എന്താണീ പറയുന്നത്? മാംസാഹാരം തിന്നുന്ന കുതിരയോ? വിചിത്രം തന്നെ. അങ്ങനെ ഒരു മൃഗത്തെക്കുറിച്ചു തന്നെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, സേവകരിൽ ഒരുവൻ പറഞ്ഞു. ഞാൻ ഒരിക്കലും കള്ളം പറയില്ല. വിശ്വാസം വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കിക്കൂടെ? കുതിര ഇവിടെ തന്നെ ഉണ്ടല്ലോ, രാമൻ പറഞ്ഞു. എന്നാൽ ഇതൊന്ന് പരീക്ഷിച്ചറിയുക തന്നെ. ഒരു സേവകൻ ഒരു പാത്രത്തിൽ കുറച്ച് മാംസാഹാരം എടുത്തുകൊണ്ട് കുതിരയുടെ അടുത്തേക്ക് പോയി. വേറെ ചിലരും അയാളോടൊപ്പം പോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ സേവകന്മാരെല്ലാം കുതിരയുടെ അടുത്തേക്ക് പോയി. തീ കായാൻ രാമന് വേണ്ടതിലധികം സ്ഥലം കിട്ടി. തീയുടെ അടുത്തിരുന്നപ്പോൾ നല്ല സുഖം. കുറേശ്ശെ തണുപ്പും വിട്ടകന്നു. കുതിരയുടെ അടുത്തെത്തിയ സേവകന്മാർ മാംസാഹാരം കുതിരയുടെ നേരെ നീട്ടി. ഒന്ന് മണത്തിട്ട് കുതിര എതിർവശത്തേക്ക് തിരിഞ്ഞു. സേവകന്മാർ ആ വശത്തേക്ക് ചെന്നു. കുതിര വീണ്ടും തിരിഞ്ഞു. കുതിരയെ മാംസം തീറ്റിച്ചിട്ടേ അടങ്ങൂ എന്നായി സേവകന്മാർ. ചിലർ കുതിരയുടെ തലയിൽ പിടിച്ചു.
അതിൻ്റെ വായ് തുറപ്പിക്കാനുള്ള ശ്രമമായി. പക്ഷേ കുതിരയുണ്ടോ വായ് തുറക്കുന്നു? അത് വായ് ബലമായി അടച്ചു പിടിച്ചു. തങ്ങളുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ സേവകർ തിരിച്ചകത്തേക്ക് പോയി. സമയം കുറേ കഴിഞ്ഞിരുന്നു. അതിനകം രാമൻ സുഖമായി മാംസാഹാരം തിന്നു കഴിഞ്ഞിരുന്നു. രാമൻ തങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്ന ബോധം അവർക്ക് അപ്പോഴുമില്ലായിരുന്നു. എന്താ രാമ, നിങ്ങളുടെ കുതിര മാംസാഹാരം തിന്നുന്നില്ലല്ലോ? സേവകന്മാർ അന്വേഷിച്ചു. രാമൻ പറഞ്ഞു, എൻ്റെ കുതിരയ്ക്ക് ബുദ്ധിയുണ്ട്. അത് ആദ്യം വിചാരിച്ചു എൻ്റെ യജമാനൻ തണുത്ത് വിറച്ചു വന്നു കയറിയതാണ്. പുല്ലോ മുതിരയോ കൊണ്ടുവരാൻ തൽക്കാലം അദ്ദേഹത്തിന് സാധിക്കില്ല. അതുകൊണ്ട് മാംസാഹാരം തിന്നുക തന്നെ. താമസിയാതെ കുതിരയ്ക്ക് മനസ്സിലായി യജമാനൻ തീ കൊണ്ട് സുഖമായിരിക്കുന്നു. ഇനി വല്ല മുതിരയോ പുല്ലോ തനിക്ക് കൊണ്ടുവരാതിരിക്കില്ല. പിന്നെന്തിന് മാംസാഹാരം തിന്നണം? അതുകൊണ്ടാണ് കുതിര മാംസാഹാരം തിന്നാതിരുന്നത്. രാമന്റെ വിശദീകരണം സേവകന്മാർ അപ്പാടെ വിശ്വസിച്ചു. അവർ മറുത്തൊന്നും പറഞ്ഞില്ല. സേവകന്മാരുടെ വിഡ്ഢിത്തമോർത്ത് രാമൻ ഊറിച്ചിരിച്ചു.